പോലീസിന്റെ മീതെ കൈവെക്കുന്നത് നിയമത്തിന് വിരോധമാണ്, മനസ്സിലായ? നമുക്ക് പെട്ടെന്ന് ഈ ജനല് വഴി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോവാം. അവിടെ ആരും കാണുന്നില്ല. വരൂ. അതെ, എന്തിനാ നീ എന്റെ പുറകെ എങ്ങനെ വരുന്നത്? ഇപ്പൊ വന്നേ, ഇപ്പൊ അങ്ങോട്ട് വന്നേ. ഇനി നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണ്ട. അതെ, ഞാൻ ആരെ പുറകെ പോയി ഒളിയേണ്ടത്? നിക്ക് നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. നമ്മളെല്ലാരെയും തിന്നാൻ പോകുന്നതിന് മുമ്പ് അത് ബ്രഷ് ചെയ്യായിരിക്കും. മമ്മി 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 എന്നാരെങ്കിലും രക്ഷിക്ക്, ഓടി വാ. എനിക്ക് സബാഷ് സബാഷ്. സ്വയം എന്നെ സബാഷ് എന്ന് പറയുമ്പോ എന്തൊരാനന്ദമാണെന്ന് അറിയോ എനിക്ക്. ഇനി ആ കാടും എന്റേത്, ഈ ആനിമൽ ട്രെയിനും എന്റേത്. ഗവൺമെന്റിനോട് 10 കോടി രൂപ ഞാൻ മേടിക്കും. ഒരു ചെറുക്കൻ സൈക്കിളിൽ പറന്നു വന്ന് ഞങ്ങളെയൊക്കെ തല്ലി. അവന്റെ തല്ലുകൊണ്ട് എല്ലാവരും അവശതയായി. ആർക്കും അനങ്ങാൻ പറ്റുന്നില്ല. ആ കുട്ടിച്ചെറുക്കനോ? ഇത്തിരി പോന്ന ചെറുക്കനാണോ നിങ്ങൾ എല്ലാവരെയും തല്ലി ഓടിച്ചത്?
കുട്ടി നീയാണ് എന്റെ ആൾക്കാരെ തല്ലിയവനല്ലേ? സബാഷ് സബാഷ് സബാഷ്. ഇനി നോക്കിക്കോ, നിന്നെ ഞാൻ വട്ടം കറപ്പിക്കുമല്ലോ. ശിവ, ഞാൻ നിന്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. സോറി. ോളൊക്കെ ഉച്ചയൂട് കഴിഞ്ഞിട്ട് കളിക്കാതെ മിഴിച്ചു നോക്കാതെ വേഗം ചെന്നാ കുട്ടിയെ പിടിക്കണേ. എന്റെ അമ്മ. എന്നെ വിടൂ, ഞാൻ ചിക്കനൊന്നല്ല. എന്നെ വീട്ടിലേക്ക് വേറെ മമ്മി മമ്മി മമ്മി. ഓ പപ്പ, ഓ പപ്പ. മമ്മി ലഞ്ച് തരാം, ലഞ്ച്. സബാഷ് സബാഷ് കുട്ടി, നീ ഒരു ക്യാമറാണ് കേട്ടോ. 10 കോടി രൂപയുടെ സ്വപ്നം മഞ്ഞ് പോലെ ഉരുകിപ്പോയല്ലോ. ഇനി നിനക്ക് ജയിലിലേക്ക് പോയി അവിടെയുള്ള പുണ്ണാക്ക് നിനക്ക് കഴിക്കാം. എന്തേ, സന്തോഷായില്ലേ? താങ്ക് യു ശിവ. നീ ഈ സ്നോ വനത്തിനെയും ഈ അനിമൽ ട്രെയിനിനെയും രക്ഷിച്ചത് വളരെ നന്നായി മോനെ. അതെ, ഞാനാണ് ശിവേനെ രക്ഷിച്ചത്. പാവം വലിയ ആപത്തിൽ കുടുങ്ങിയിരിക്കായിരുന്നു, അല്ലേ ശിവ? ശിവ, ഇത്തവണ നീ സത്യം പറഞ്ഞേ മതിയാവൂ. നീയാണോ ലഡ്ഡു സിംഗ് സാറിനെ സഹായിച്ചത്, അതോ ലഡ്ഡു സിംഗ് സാറാണോ നിന്നെ സഹായിച്ചത്? എല്ലാവരും ലഡ്ഡു സിംഗ് സാറാണ് പഠിച്ചത്. ഞങ്ങൾ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. എന്റെ പുറകെ ഇങ്ങനെ വരുന്ന നുണ പച്ച നുണയാണ്. ഈ ചെറുക്കൻ, ഓഹോ സോറി 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 സോറി, ചെറുക്കൻ എന്ന് ഞാൻ പറയില്ല. ഈ ശിവ ഉണ്ടല്ലോ, നല്ലൊരു പയ്യനാണ്. ഇവനാണ് എല്ലാവരും പിടിച്ചത്. ഞാൻ സ്വയം പോളാർ ബെയറിനും പെൻഗ്വിന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു.